everyone, welcome back to my channel. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ കാലമായി ഓൺ വോയിസിൽ വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ദിസ് ഇസ് ദ കറക്റ്റ് ടൈം ഫോർ ദാറ്റ്. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഹെയർ കെയർ ഒക്കെ ഭയങ്കരമായിട്ട് തകൃതിയായി നടക്കുന്ന സമയമാണ്. അതേപോലെ ഹെയർ ഇഷ്യൂസ്, സ്കിൻ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്ന കുറച്ച് സമയം കൂടിയാണ് ഈ മൺസൂൺ എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആ ടോപ്പിക്ക് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഹെയർ ലോസ് അല്ലേ, അല്ലെങ്കിൽ ഹെയർ ഫോൾ, പിന്നെ ഡാൻഡ്രഫ്, ഫ്രിസി ഹെയർ, അതേപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ്, ഭയങ്കര ഡ്രൈ ഹെയർ, പിന്നെ നമുക്ക് അസാധ്യമായിട്ട് നമ്മുടെ തലയിൽ നിന്ന് പോകുന്ന ഹെയർ അല്ലേ. അത് കാണുമ്പോഴേ നമുക്ക് നല്ല ടെൻഷനാവും, പിന്നെ അത് വീണ്ടും കൂടും, അത് സ്ട്രെസ്സാവും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്യുന്നവരാണ്. സോ ഞാനിത് കുറച്ച് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ബിക്കോസ് ഇത് കുറച്ച് ലോങ് വീഡിയോ ആയി പോകുന്നു തോന്നുന്നു ഞാൻ എടുത്തു വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒത്തിരി ലോങ് ആണെങ്കിൽ ഞാനിത് കട്ട് ചെയ്യും, ഒരു 2-3 പാർട്ടായിട്ട് ഇടും. അല്ലാച്ചാൽ ഞാനതിന് ഷോർട്ടാക്കിയിട്ട് പാർട്ട് 1 ആയിട്ട് തന്നെ ഇടും കേട്ടോ. അത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്കത് മനസ്സിലാവുള്ളൂ എന്ന് എനിക്ക് തോന്നണം. അപ്പോൾ എനിവേ ബേസിക്സ് പറഞ്ഞു തരാം കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ഒട്ടും കെയർലെസ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര കാലമായിട്ടുണ്ടാവും അത് വാഷ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ ഒരുപാട് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പ് അറ്റ്ലീസ്റ്റ് ഒരു ട്വൈസ് എ മന്തെങ്കിലും അതൊന്ന് വാഷ് ചെയ്ത് അതൊന്ന് ഡ്രൈ ആക്കി വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പില്ലോ കവറാണ്. പില്ലോ കവർ നമ്മൾ വീക്കിലി വൺസ് എങ്കിലും അത് വാഷ് ചെയ്യണം. അതേപോലെ പില്ലോ നമ്മളെപ്പോഴും കുറേ കാലമായിട്ട് പില്ലോ ഒന്ന് തന്നെയായിരിക്കും വയ്ക്കുന്നുണ്ടാവുക. ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും അതൊന്ന് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വയ്ക്കുക. അറ്റ്ലീസ്റ്റ് ഇയർലി വൺസ് എങ്കിലും നിങ്ങളത് വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെയുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബാത്ത് ടവൽ നമ്മൾ റെഗുലർലി അത് വാഷ് ചെയ്യണം. ക്ലീൻ ആൻഡ് ഹൈജീൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഹെയർ ഫോളിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത് വന്നുകൊണ്ടേയിരിക്കും. അതിൽ കുറേ റീസൺസ് ഉണ്ട്. നമുക്ക് സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഡാൻഡ്രഫ് വരും. നമ്മുടെ സ്കാൽപ്പ് ക്ലീനാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഡാൻഡ്രഫ് വരും. ഡീവോം ചെയ്തിട്ടില്ലെങ്കിൽ ഡാൻഡ്രഫ് വരും. ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഡാൻഡ്രഫ് വരും. അപ്പോൾ നമുക്ക് ഈ ഡാൻഡ്രഫ് എന്നുള്ള സാധനം കുറേ റീസൺസ് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അതുപോലെ നമുക്ക് സ്വെറ്റ് ചെയ്ത് നമ്മുടെ തല ഇന്ന് വിയർക്കുന്ന ഒരാളാണെങ്കിലും നമുക്ക് അത് ക്ലീനായിട്ട് നമ്മുടെ സ്കാൽപ്പ് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വരും. അതേപോലെ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പുള്ളവർക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും ഡാൻഡ്രഫിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ആ റീസൺസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് ക്യൂർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡാൻഡ്രഫ് ഉള്ളവർക്ക്, ഹെവി ആയിട്ടുള്ള ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഒരു വീക്കിലി ട്വൈസ് ഓർ ത്രൈസ് എ ടൈം നമുക്ക് ഹോട്ട് ഓയിൽ മസാജ് ചെയ്തിട്ട് അതിന് ക്ലെൻസർ യൂസ് ചെയ്തിട്ട്, അതായത് മൈൽഡ് ക്ലെൻസർ യൂസ് ചെയ്തിട്ടോ താളിപ്പടി യൂസ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് ഹെയർ ക്ലീൻ ആൻഡ് ഹൈജീൻ ആയിട്ട് വയ്ക്കാം. ഓവറായിട്ട് നമ്മൾ ഷാമ്പൂ അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, കെമിക്കലി ഹാഷ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഫോൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ എപ്പോഴും ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മഴക്കാലമാണ്, അപ്പം നമ്മൾ തണുത്ത മുടി അല്ലെങ്കിൽ നനഞ്ഞ മുടി കെട്ടി വയ്ക്കുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് ഡ്രൈ ആവാതെ നമ്മൾ ടൈ ചെയ്ത് വയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഡാൻഡ്രഫും ഹെയർ ഫോളും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെയുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് അല്ലേ, അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പുറത്ത് ഭയങ്കര തണുപ്പാണെങ്കിലും ഹ്യൂമിഡിറ്റി കൂടുന്നൊരു സമയം കൂടിയാണ് ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഡയറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പിന്നീടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ വിചാരിക്കും മഴക്കാലമാണ്, അത്രയൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വളരെ റോങ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. കാരണം നമ്മുടെ ബോഡി പാർട്സ് സ്റ്റിൽ വർക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റേതായ നമ്മൾ വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള സാമൂഹങ്ങളെല്ലാം പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ വെള്ളം എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആണ്. നിങ്ങളുടെ ഹൈറ്റിനും വെയ്റ്റിനും അനുസരിച്ച് അതിൻ്റെ വാട്ടറിൻ്റെ ലിറ്റേഴ്സ് നമുക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കും. അറ്റ്ലീസ്റ്റ് 1 to 2 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഡീവോം ചെയ്യുക എന്നുള്ളത് അല്ലേ. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ അറിയുന്ന കുറേ പേര് ഡീവോം ഒക്കെ ചെയ്തിട്ട് കുറേ കാലമായി അവർക്ക് ഓർമ്മ പോലും ഇല്ല ഡീവോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഡീവോം എന്നുള്ളത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം നമ്മൾ ഒത്തിരി ഫുഡ് കഴിക്കുക, അതൊന്ന് വേം പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു ഡീവോം നമുക്കറിയാം. ഒന്നുമില്ല, നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ
നിങ്ങൾക്ക് വിശ്വസിക്കുന്ന നിങ്ങളുടേതായ രീതിയിൽ നമുക്ക് ഡീവോം ചെയ്യാവുന്നതാണ്. ഡീവോം നമ്മുടെ ഗട്ടിലുള്ള അല്ലെങ്കിൽ വയറിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് ഹെയർ ഫോൾ അല്ലെങ്കിൽ സ്കിന്നിൽ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. പിന്നീടുള്ളത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, അതായത് നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിലും ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടാവും. സർജറി, സ്ട്രെസ്, അതുപോലെ ഇംബാലൻസ് ഹോർമോൺ. പിന്നെ അടുത്തൊരു കാര്യമാണ്, നമ്മൾ റെഗുലർലി ഹീറ്റിംഗ് ടൂൾസ് യൂസ് ചെയ്യുക. ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെയറിൽ ഒരുപാട് ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിന് പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്തില്ലെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവും. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കോംബ് എന്ന് പറയുന്നത്. അതായത് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള കോംബ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു വുഡൻ കോംബും കൂടെ മേടിച്ച് വയ്ക്കുക. അത് കുറച്ചും കൂടെ നമുക്ക് ഹെയർ ഫാളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഹെയറിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കുറയ്ക്കുകയും ഹെയർ ഫാൾ സ്പ്ലിറ്റായിട്ട് പോവാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ സെയിൽസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് നല്ല ബ്രാൻഡിൻ്റെ നമുക്ക് വൈഡ് ആയിട്ടുള്ള വുഡൻ കോംബ്, നീം വുഡൻ കോംബ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇതിലൊക്കെ ഭയങ്കര കൺഫ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല ഈ പറഞ്ഞത് മാതിരി പാരബൻ സൾഫേറ്റ് ആയിട്ടുള്ള ഒരു ഷാമ്പു നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ യൂസ് ചെയ്യാം. താളിപ്പൊടി വീട്ടിൽ ഉണ്ടാക്കി വെക്കാം. ശിക്കാകായ, റീത്ത, ആംല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്കത് 2-3 ടൈംസ് യൂസ് ചെയ്യാം. ഇത് നമ്മുടെ ഹെൽത്തിന് ഒരു ഇഷ്യൂസും ഉണ്ടാക്കാത്ത സംഭവങ്ങളാണ്. അല്ലെങ്കിൽ വളരെ നമുക്ക് ഈ ഓഫേഴ്സൊക്കെ വരുന്ന സമയത്ത് പ്ലം ഒക്കെ നല്ല ബ്രാൻഡാണ്. അതിൻ്റെ കോക്കനട്ട് പെപ്റ്റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഓഫ് ഷാമ്പു നല്ലതാണ്. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തതാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതൊരു പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ. അതേപോലെ ലോറിയലിൻ്റെ നല്ലതാണ്. അങ്ങനെ നിങ്ങൾക്ക് വർക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ അത് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ സജസ്റ്റ് ചെയ്തിട്ട് അത് മറ്റുള്ളവർക്കും കൂടി വർക്കായിട്ടുള്ള ബ്രാൻഡ് മാത്രമാണ് പറയുന്നത്. വേറെ ബ്രാൻഡൊക്കെ മോശമാണെന്നൊന്നും ഞാൻ പറയുന്നതല്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. സ്കാൽപ്പിനെയും ഹെയറിൻ്റെ ഇഷ്യൂസിനനുസരിച്ച് നോക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ ഭയങ്കര കൺഫ്യൂസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ഹെയർ ഇഷ്യൂസ് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനായിട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് പോവാം. അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. ബിവെയർ ദാറ്റ് നിങ്ങൾ നിറയെ വെള്ളം കുടിക്കുക, ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കീപ്പ് ചെയ്യാം, ഹോർമോണൽ ഇംബാലൻസ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുറച്ച് റീസൺസ് പറഞ്ഞു അല്ലേ, ഇതെങ്ങനെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ ബിഹൈൻഡ് ദ റീസൺ പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഫോളിൻ്റെ റീസൺ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോയെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതായത് തൈറോയ്ഡ്, PCOD, PCOS അങ്ങനെയുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് മാത്രം ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ബ്ലഡിൽ അയണിൻ്റെയും വിറ്റാമിൻ ഡിയുടെയും മിനറൽസിൻ്റെയും സിങ്കിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ടോട്ടലി നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കീപ്പ് ചെയ്യാം, നന്നായിട്ട് വെള്ളം കുടിക്കുക, അത്യാവശ്യം നിങ്ങൾക്ക് പറ്റുന്ന പോലെ എക്സസൈസ് ചെയ്യാം. ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും എല്ലാം നല്ലതാണ്. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പീരിയഡ്സ് ഉണ്ടാവുന്ന സമയത്തും ഹെയർ ഫോൾ ഉണ്ടാവും. അത് ക്വൈറ്റ് നാച്ചുറലാണ്. അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലെങ്കിൽ നമുക്ക് പീരിയഡ്സ് വരുന്ന ഒരു 2-3 ഡേയ്സ് ബിഫോർ നമുക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടാവും. ആൻഡ് ആഫ്റ്റർ പീരിയഡ്സും അതുപോലെ ഒരു കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടാവും. നമ്മുടെ ഫുഡിൽ ഒരുപാട് വെജിറ്റബിൾസും നട്ട്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. അതേപോലെ നിങ്ങൾ കുറച്ച് ജോലിയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഗോ ടു ഓഫീസുള്ള ആളുകൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് വന്ന ഒരാളാണ് കേട്ടോ. ഓക്കെ, ബാക്ക് ടു ദ ടോപ്പിക്. നിങ്ങൾ ഡെയിലി ഓഫീസിലേക്ക് പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ബാബാ അങ്ങോട്ട് നോക്കാം. ബില്ലുവിനെ കാണുന്ന ബില്ലു. കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഫുഡിൽ നന്നായിട്ട് നമുക്ക് നട്ട്സും അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾ മീറ്റ്സ് ഒക്കെ നോൺ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ മീറ്റ്സും ഫിഷും ഒക്കെ കഴിക്കാം. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് നമുക്കുണ്ട്. പക്ഷേ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്.
നിങ്ങൾ ഭയങ്കരമായിട്ട് ഹെയർ ഫാൾ ഫേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഒരു സ്വിച്ച് ഇട്ട പോലെ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ റിസൾട്ട് കിട്ടില്ല. ബിക്കോസ് അതൊക്കെ ഭയങ്കര പീക്ക് ലെവലിൽ എത്തിയിട്ട് കൊണ്ടായിരിക്കും നമ്മുടെ ഹെയർ ഇത്രയൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ റീസൺസ് കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് അതിനുശേഷം ട്രീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഹോർമോണൽ ഇംബാലൻസ് ഒന്നും ഇല്ലെങ്കിൽ ഡാം ഷുവർ ദാറ്റ് യുവർ ഫേസിൽ അല്ലെങ്കിൽ ഗോ ത്രൂ നിങ്ങളൊരു ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഡയറ്റ് തന്നെയാണ്. എനിക്ക് സർജറി കഴിഞ്ഞപ്പോൾ എനിക്ക് ലോങ് ഹെയർ ആയിരുന്നു, ഭയങ്കര തിക്ക് ഹെയർ ആയിരുന്നു. ഇതിപ്പോൾ എനിക്ക് വളർന്നതാണ്. ഞാൻ എൻ്റെ ഹെയർ ഗ്രോത്ത് ജേർണി ഞാൻ ആസ് സൂൺ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം എൻ്റെ പിക്സൊക്കെ കുറേയൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ത്രൂ ഔട്ട് എങ്ങനെ എന്താണെന്നൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഞാൻ സർജറി കഴിഞ്ഞു, പിന്നീട് എനിക്ക് കുറച്ച് സ്ട്രെസ്സും കുറേ സ്ലീപ്ലെസ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ നടന്നത് കൊണ്ടാണ് എൻ്റെ ഹെയർ അത്രയും പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ഞാൻ എങ്ങനെയാണ് ഓവർകം ചെയ്ത് ഇങ്ങനെ ആയത് എന്നുള്ളത് ഞാൻ കമ്മിങ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങളും അങ്ങനെ കുറേ ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം, അതായത് സ്ട്രെസ്സൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. അതേപോലെ കൊഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ് ടെൻഷൻ ആവാതെ ഇരിക്കുക. അത് പോട്ടെ, ഇത് ഇനിയും വളരും എന്ന് വിചാരിച്ച് നമ്മുടെ ഹെൽത്തിന് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ ഓടിപ്പോയി നിങ്ങളെ ഹെയർ കട്ട് ചെയ്യാതിരിക്കുക കേട്ടോ. ഞാൻ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. ഓടിപ്പോയി ഞാൻ എൻ്റെ ഹെയറിന് ഇങ്ങനെ കുറച്ചിങ്ങനെ തിക്ക് കുറഞ്ഞ സൈഡിൽ നിന്ന് ഞാൻ വേഗം പോയി കട്ട് ചെയ്തു. അത് അങ്ങനെ ചെയ്യാതിരിക്കുക. ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് വിട്ടാൽ മതി. കാരണം മുകളിൽ ഇങ്ങനെ വളരുമ്പോൾ അത് പെട്ടെന്ന് മേക്കപ്പ് ഐ മീൻ അതിങ്ങനെ പൊക്കോളും. പക്ഷെ നമ്മൾ ഒത്തിരി അങ്ങനെ ടൈറ്റ് വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും വളരാൻ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തുന്നതായിട്ട് വരും. പിന്നെ നന്നായിട്ട് മുടി വെട്ടുന്ന ആളുകളുടെ അടുത്ത് കൊണ്ട് മുടി വെട്ടാൻ വേണ്ടി കൊടുക്കുക. മാക്സിമം നമ്മൾ വീട്ടിലുള്ളവരോട് തന്നെ വെട്ടിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്ക് ദ ടോപ്പിക്. നമ്മൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് ഞാൻ ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെൻസ് ചെയ്തിട്ടല്ല എൻ്റെ ബാക്ക് ടു ഹെയറിലേക്ക് വന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹെയർ കെയർ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്കൊരു വിഷു കഴിഞ്ഞ സമയത്ത്, അതായത് ഏപ്രിൽ, ഇത് ഞാനിപ്പോൾ എടുക്കുന്നത് ജൂണിലാണ്. ഏപ്രിലിൽ എനിക്ക് വിഷു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞതും എനിക്കൊരു ഫീവർ വന്നു. ഭയങ്കരമായിട്ട് എനിക്ക് ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ വീണ്ടും എൻ്റെ ഹെയർ കെയർ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അന്ന് മുതലാണ് ഞാൻ ഈ ലോങ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ എന്നെക്കൊണ്ട് അത് പറ്റിയില്ല. സ്റ്റിൽ ഇത്രയായി. പക്ഷെ ഞാൻ അപ്പോൾ ഷോർട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഹെയർ ഫോൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഹെയർ ഫോൾ എത്രയുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ആസ് സൂൺ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അടുത്തൊരു കാര്യം, നമുക്ക് ബയോട്ടിൻ പൗഡർ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കി വയ്ക്കാം. നിങ്ങൾക്കത് കുറേ കാലം യൂസ് ചെയ്ത് 30 days ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ സെസമേ സീഡ് നമുക്ക് അത് വളരെ ചീപ്പാണല്ലോ അല്ലേ, ഭയങ്കര എക്സ്പെൻസീവ് സൈഡിലല്ല ഇരിക്കുന്നത്. പക്ഷെ അതിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ്. പീരിയഡ്സിലിട്ടാകുന്ന ക്രാംസ് അല്ലെങ്കിൽ ബ്ലഡ് ലെവൽ, അയൺ, ഇതൊക്കെ കൂട്ടാനായിട്ട് നമുക്ക് ഈ സെസമേ സീഡ് എന്ന് വെച്ചാൽ കറുത്ത എള്ള്, വെളുത്ത എള്ള് യൂസ് ചെയ്യുന്നതിനേക്കാളും കറുത്ത എള്ള് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അത് നല്ലതാണ്. പിന്നെ ശർക്കര, ഞാനത് എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പറയുന്നതായിരിക്കും. പിന്നെ ഇതൊന്നും പറ്റില്ല, എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നുള്ള ആളുകൾക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന, വളരെ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ആംല അഥവാ നെല്ലിക്ക. അതെ, ഇനിയിപ്പോൾ അതൊന്നും ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു കുറച്ച് ഡ്രിങ്ക്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹെയർ എങ്ങനെ റീഗ്രോത്ത് ചെയ്തു എന്നുള്ള വീഡിയോ ആയിട്ട് ഞാൻ അടുത്തായിട്ട് വരുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.